ഒരുപാട് നടന്മാരുടെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭാവി മോളിവുഡിലെ പുതിയ അമ്മ വേഷങ്ങളുടെ ഒരു മുഖമായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു നടന്മാരിൽ ആരാണ് കുറെ കൂടെ നമുക്കൊരു മകൻ ഫീലിംഗ് കിട്ടിയിട്ടുള്ളത്? ആസിഫ് അലി തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതലും ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ്. കുറേയൊക്കെ ചിരിയൊക്കെ ഒരേപോലെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. എനിക്ക് അതുകൊണ്ട് ആസിഫ് അലി തന്നെയാണ് ഇതുവരെ എനിക്ക് അത്ര ഒരു ഭയങ്കര ക്ലോസ് അല്ലെങ്കിൽ ചീത്ത പറയാൻ പോലും ഉള്ള സീനുകൾ വന്നിട്ടുള്ള ഇത് ആസിഫ് അലിയോട് തന്നെയാണ്. അപ്പം ഈ സിനിമാ മേഖലയിലെ കോണ്ടാക്ട്സ് ഒക്കെ എപ്പോഴും സൂക്ഷിക്കുന്ന ആളാണ്? അങ്ങനെയൊന്നുമില്ല. ഞാൻ ആരുടെ അടുത്തൊന്നും നമ്പറും വാങ്ങിച്ചിട്ടില്ല. ആരുമായിട്ട് അങ്ങനെ ഇതിലൊക്കെ കാണുന്ന മീഡിയയിൽ കാണുന്ന ഒരു ഇതിനപ്പുറം നമ്മൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനൊരു സെറ്റിൽ ചെന്നു, നമ്മൾക്ക് നമ്പർ തരാൻ താല്പര്യമുണ്ടോ എന്നറിയില്ല. അങ്ങനെ ചെയ്ത ഒരേ ഒരാൾ പത്മപ്രിയയാണ്. ഞാൻ തെക്കൻ തല്ല് ചെയ്യുമ്പോൾ പത്മപ്രിയ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി ദിസ് ഇസ് മൈ നമ്പർ, കീപ്പ് ഇറ്റ്, നമ്മൾ കോ ആക്ടേഴ്സ് അല്ലേ. അത് വേറെ ആരും ഇതുവരെ എന്നോട് അങ്ങനെ ചെയ്തിട്ടില്ല. ഭയങ്കര എന്താ പറയുക, നമുക്ക് തന്നെത്താൻ തന്നെ സന്തോഷവും അഭിമാനവും തോന്നുമോ ഒരാൾ ചെയ്തു എന്നുള്ളത്. ഞാൻ കൊടുക്കും ആര് ചോദിച്ചാലും, പക്ഷെ വേറൊരാളോട് നമ്മൾ ചോദിച്ച് വാങ്ങിക്കാറില്ല. സിനിമയുടെ ഇതിനകത്ത് തന്നെ ഒരുപാട് ആൻറ്റി അവരുടെ നമ്പറുണ്ടോ ഇവരുടെ നമ്പർ, ആരുടെ നമ്പറില്ല. പ്രത്യേകിച്ച് ദർശനയും അവളോട് ഞാൻ ചോദിക്കാറില്ലേ, അവളുടെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ചോദിക്കാറില്ല. അപ്പം സിനിമയിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ വീട്ടിലുള്ള ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാർ ഫാമിലി ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഫ്രീഡം നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? അതായത് ഓവറായിട്ട് ഇടയിലേക്ക് വന്ന് അങ്ങനെയല്ല. ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ദർശനയുടെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കുന്ന ഒരു അവസ്ഥ, നമ്മളിപ്പോൾ ഒരു അറിയാതെ പറഞ്ഞു പോകും ചില ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച്. അതൊക്കെ മിസ്യൂസ് ചെയ്തിട്ട് ഹെഡ്ലൈൻ അത് കൊടുത്തിട്ട് അത് നമുക്ക് അനോയ്ഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫിലിംസിൻ്റെ ഒക്കെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, കുറേ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് ചൂസ് ചെയ്യുന്നത് അതോ? അല്ലല്ല, ഞാൻ ഒന്നിനും ഇതുവരെ ഒരു മാനദണ്ഡവും വെച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് വർക്കായാലും ഏത് തരം വർക്കായാലും അതൊരു ഒരു അവസരമല്ലേ നമുക്ക്. നമ്മുടെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോഴും 3-4 വന്നിട്ടുണ്ട് പരസ്യങ്ങൾ. അല്ല, ഷോർട്ട് ഫിലിംസ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കുറെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ക്യാമറയുടെ മുന്നിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? വീട്ടിലുള്ളത് വേറെ ആയിരിക്കുമല്ലോ, നമുക്ക് ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ. ഷോർട്ട് ഫിലിംസിനെക്കാട്ടിലും കൂടുതൽ മ്യൂസിക് ആൽബംസാണ് ചെയ്തത്. അതിൽ നമുക്ക് കയറി ഹെഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മത്സരിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ വന്നിട്ടില്ല. അത് പിന്നെ മ്യൂസിക് ആൽബത്തിൽ നമുക്കായിട്ട് ഡയലോഗ്സും കുറവാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള നിലയ്ക്ക് അങ്ങനത്തെ ഇത് വന്നിട്ടില്ല. പിന്നെയുള്ളത് മറ്റേ ജിസ് ജോയുടെ പടത്തിൽ പേരും കിട്ടുന്നില്ല എനിക്ക്. അതിൽ ഞങ്ങൾ 3 പേരുണ്ട്. ദർശന റേഡിയോ ജോക്കി ആയിട്ട്, അപ്പോൾ വിജയ് സൂപ്പറും പൗർണമി. അപ്പോൾ അതിലും അതെ, അങ്ങനെ ഹെവി ഡയലോഗ്സോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ മക്കളും കൂടി ആയിട്ട് വരുന്ന ആ ഒരു സീനാണ്. അല്ലാതെ ചെയ്തിരിക്കുന്നതൊന്നും ഞങ്ങൾ രണ്ടുപേരും കൂടെ കോമൺ ആയിട്ട് ഇത്ര ഒരു പ്രശ്നം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പം നിങ്ങളുടെ പ്രണയവിവാഹമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടത് അച്ഛൻ ചോദിച്ച സമയത്ത്, അന്ന് നിങ്ങളിപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണോ, അന്നും പ്രണയിക്കുകയാണ് ഇന്നും പ്രണയിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും കോളേജ് ടൈമിൽ തുടങ്ങിയതായിരുന്നു നിങ്ങളുടെ പ്രണയം? ഒരു 5 വർഷം മുമ്പ് 83-ലായിരുന്നു കല്യാണം. 78 തൊട്ടൊക്കെ. പക്ഷെ പെൻ ഫ്രണ്ട്സ് എന്ന് പറയാനേ പറ്റുള്ളൂ. രാജനും ഇവിടെ ആയിരുന്നില്ല, ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞ് റിയാദിലായിരുന്നു ഓൾറെഡി കല്യാണം കഴിക്കുമ്പോഴും. അപ്പോൾ നമ്മൾ കത്തുകൾ വഴിയുള്ള ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നമുക്കൊരാളെ കാണുമ്പോൾ ഓക്കെ ഇയാൾ കൊള്ളാം അങ്ങനെ തോന്നിയിട്ടുള്ള നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു റാപ്പ് എങ്ങനെയായിരുന്നു? ഇടയിൽ തോന്നാനൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ബുക്കുകൾ ചേച്ചി തൊട്ട മുമ്പിലാണ് താമസം. അപ്പോൾ ചേച്ചിയുടെയിലാണ് ബുക്സ് ചേച്ചി തന്നെ വാങ്ങിക്കുക, രാജനായിരുന്നില്ല. ബുക്ക് വാങ്ങിക്കുക. അപ്പോൾ ലാസ്റ്റ് പോകുന്ന സമയത്ത് അതിനകത്തൊരു ID കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് പിന്നെ അഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനകത്ത് കാർഡ് തിരിച്ചു കൊടുക്കണമല്ലോ. ആ കാർഡ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആയു സീരിയസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്ലിപ്പിൽ ഇങ്ങനെ എഴുതി കൊടുത്തേ ഉള്ളൂ. അതിന് മറുപടിയായിട്ടൊരു വലിയ
കത്ത് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ ഞാനത് വാങ്ങാനും പെട്ട പാട് ദൈവമേ. എന്നുവെച്ചാൽ 2 ഗേറ്റ് ഉണ്ട് ഞങ്ങളുടെ വീടിന്. ഒരു ഗേറ്റ് അച്ഛൻ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈ പുറകിലൊക്കെ ഇട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ടോടും, അത് കഴിഞ്ഞ് ഇങ്ങോട്ട്. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ട് മുകളിൽ ടെറസിൽ പോയിരുന്നിട്ട് അത് വായിച്ചത്. അപ്പോൾ ആ കത്തിൻ്റെ മറുപടി ഇതാണ്: അച്ഛനില്ലാത്ത 6 പേരടങ്ങുന്നൊരു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, ഏണിംഗ് മെമ്പേഴ്സ് ആരുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അന്ന് ഞാൻ വെച്ചു എന്നെക്കാട്ടിലും ഒരു 1.5 വയസ്സ് മൂപ്പേ ഉള്ളൂ. അങ്ങനെ അത്രയും ചെറിയൊരു പയ്യൻ, എനിക്ക് 16 വയസ്സേ ഉള്ളൂ. ആ വയസ്സിലുള്ളൊരു പയ്യൻ പറയുന്നു എനിക്ക് ഫാമിലി. അപ്പം ആ ആളുടെ ഒരു വ്യക്തിത്വം നമുക്ക് മനസ്സിലാവും. അതിൽ മാത്രമാണ് അതിലാണ് ഞാൻ ആളെ അസസ് ചെയ്തത്. അതങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവർ. പിന്നെ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ അച്ഛൻ ചോദിച്ചിരുന്നോ, അതോ ആ മറുപടിയിൽ അച്ഛൻ നിർത്തിയോ? അല്ല, അച്ഛൻ അത് കുറെ കാലം കഴിഞ്ഞാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ്? കല്യാണമല്ല, ഒരുപാട് കഴിഞ്ഞ്. ഇപ്പം ഈ വളരെ അടുത്ത കാലത്താണ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് കാറിലിരുന്നപ്പോഴാണ് ചോദിച്ചത്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. അച്ഛൻ ഈ ഭാഷയിലാണ് സംസാരിക്കുന്നത്. മറുപടി തന്നെ ആയിട്ടാ പറഞ്ഞത്, ഞാനല്ല. ഇപ്പം പുതിയ തലമുറയിലെ ഒരുപാട് ടൈപ്പ് പ്രണയങ്ങളാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഇപ്പൊ കത്തിലാണെങ്കിലും നമ്മൾ ഒരു തവണ തന്നെ കാണുക എന്ന് പറയുന്നത് അവർക്ക് അതൊരു സ്വർഗം പോലെയാണ്. പക്ഷെ ഇപ്പം വാട്സപ്പ് ഉണ്ട്, ഒരുപാട് പുതിയ ടെക്നോളജീസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണല്ലോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഈ കാലത്ത് തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് പ്രണയിച്ച് നടക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, മറ്റേതിൻ്റെ ഒരു ഡെപ്ത് ഇപ്പം ഉണ്ടോ എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലത്തെ ഓരോന്നിനും വാല്യൂ ചെയ്തിരുന്ന പോസ്റ്റ്മാൻ്റെ പിന്നാലെ എത്ര ഓടിയുണ്ടോ. ഇപ്പം അത് വല്ല ആവശ്യമുണ്ടോ? നമ്മൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലുള്ളത് അറിയിക്കാൻ പറ്റുന്നില്ലേ? അപ്പം അതിനൊരു ത്രില്ലില്ല, കാത്തിരിപ്പിൻ്റെ സുഖമില്ലല്ലോ. ഒരു കത്ത് എഴുതി അതിന് മറുപടി, നമ്പറൊക്കെ ഇതിൻ്റെ ഇടയിൽ ഈ കത്ത് പോകണ്ടോ, പോസ്റ്റ്മാനാണോ പൊക്കണേതൊക്കെ. അത് കാരണം നമ്പർ ഇട്ടാണ് കത്ത് ഇതാവുക. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കത്ത് വന്നിരുന്നതൊക്കെ. അപ്പോൾ ഈ കത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു. ശരിക്കും പിന്നെ കത്തുകൾ ഇപ്പോഴും ഉണ്ട് ഓർമ്മകൾ. ഇപ്പം പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാലും, അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ആണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. അതുപോലെ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? വീഡിയോന്റെ ഒക്കെ താഴെ വരുന്ന എല്ലാം ഒന്നുമില്ല. അപ്പൊ ആ ഡാൻസിന്റെ ഒക്കെ കമന്റ്സ് ഡാൻസിന്റെ കമന്റ്സ് ചിലതൊക്കെ വളരെ ബോറായിരുന്നു. പിന്നെ കൂടുതൽ വായിച്ചാൽ നമുക്ക് വിഷമാവും. അതുകൊണ്ട് അതിന് നിന്നില്ല. എന്തായാലും ഇഷ്ടപ്പെട്ട ഒരുപാട് മെജോറിറ്റി ഇഷ്ടപ്പെട്ടവരാണ്. വേണമെന്ന് വെച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല, അത് ഞാൻ അങ്ങനെ കളിച്ചു പോയതാ. ഇത് പടം കണ്ടിട്ടാണെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. നമുക്ക് ചില ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വിളിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഈ ആവേശത്തിന് ശേഷം ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേര് ആവേശത്തിന് മുൻപ് വിളിച്ചവര് ഓർമ്മയുണ്ട്? ഓക്കെ, വൈറസ് ആണെങ്കിലും ഇനി അല്ലെങ്കിൽ വേറൊരു പടം കണ്ടിട്ട് അമ്മ ചെയ്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരേ ആൾക്കാരല്ല വിളിച്ചത്. ആവേശം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര്, ഇവിടുന്ന് മാത്രമല്ല, എനിക്ക് പുറത്തുനിന്ന് വരെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും മെസ്സഞ്ചറിലും ഒക്കെ ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. കോളുകളാണെങ്കിലും അവിടത്തെയൊക്കെ മീഡിയ ഇതുപോലെ റേഡിയോ ജോക്കി നമ്മുടെ പോലെ അവിടുത്തെ ദുബായ് അങ്ങനത്തെ അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പിന്നെ സിനിമയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെ.